ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരാഴ്ച തുടങ്ങുകയാണല്ലേ, കൂടെ പുതിയ പ്രതീക്ഷകളും. വരും 25 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രങ്ങൾ എന്തൊക്കെയാവും നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് അറിയാനൊരു ആകാംക്ഷയുണ്ടാവുമല്ലോ. ജോലി, പണം, കുടുംബം, ആരോഗ്യം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ ആഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. തിരഞ്ഞെടുത്ത കുറച്ച് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫലങ്ങളിലേക്ക് നമുക്ക് നേരെ കടക്കാം. ഈ ആഴ്ച നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് രോഹിണി, ഭരണി, മകയിരം, ആയില്യം, പിന്നെ മൂലം, ഈ 5 നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഓരോ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച എന്തൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തേത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി സ്ഥിരതയും പുരോഗതിയും ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കുറച്ചു കാലമായി ചിതറിക്കിടുന്ന പല കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയുമൊക്കെ വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ആദ്യം തന്നെ ജോലിയിലെ കാര്യം നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ഇടയിൽ ഒരു നല്ല പേര് നേടാനും അവരുടെ വിശ്വാസം ആർജിക്കാനും സഹായിക്കും. ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പഴയ കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങൾ ഉണ്ടാവാം. ഇനി പണത്തിന്റെ കാര്യം, അനാവശ്യ ചെലവുകൾക്കൊരു ബ്രേക്ക് ഇട്ടാൽ ഈ ആഴ്ച നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു തുക തന്നെ മിച്ചം പിടിക്കാൻ പറ്റും. കുടുംബത്തിൽ പൊതുവെ സമാധാനമായിരിക്കും. പങ്കാളിയുമായി എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നാൽ പോലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവൂ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം. കഴുത്ത് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ തൈറോയ്ഡ് പ്രശ്നങ്ങളോ ഉള്ളവരാണെങ്കിൽ ഈ ആഴ്ച അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ ഈ ആഴ്ച നിങ്ങൾക്കുള്ള പ്രധാന സന്ദേശം ഇതാണ്: ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ ഒട്ടും മടിക്കരുത്. നിങ്ങളുടെ ആ ഒരു ധൈര്യം തന്നെയാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ശരി, ഇനി നമുക്ക് ഭരണി നക്ഷത്രത്തിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച വളരെ നിർണായകമായ ഒന്നായിരിക്കും. കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ വേഗതയും കൃത്യതയും അതുതന്നെയായിരിക്കും നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ ജോലിയിൽ പുതിയ ചുമതലകളൊക്കെ വരാം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളും പ്രതീക്ഷിക്കാം. പണം കയ്യിലേക്ക് വരും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്: വന്ന പോലെ തന്നെ പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെലവുകൾ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ ഒരുപാട് തവണ ആലോചിക്കുന്നത് നല്ലതാണ്. കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ പ്രഷറൊക്കെ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷമയോടെ സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വൈറു സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ചെറിയൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരെ, ഈ ആഴ്ചയിലെ നിങ്ങളുടെ വിജയമന്ത്രം ഇതാണ്: ചിന്തിച്ചു തീരുമാനിക്കുക. പെട്ടെന്നുള്ള ആവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ പാരയായേക്കാം. അതുകൊണ്ട് ഏത് കാര്യത്തിലായാലും നന്നായി ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇനി നമുക്ക് മകയിരം നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു മെന്റൽ സ്ട്രെങ്ത് പരീക്ഷിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കാം. മുന്നിൽ ചില ചെറിയ വെല്ലുവിളികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലി സ്ഥലത്ത് കുറച്ചധികം പ്രഷറൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ IT ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇത് നല്ല സമയമാണ്. സാമ്പത്തികമായി നോക്കിയാൽ പെട്ടെന്നുള്ള വലിയ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആലോചന ആവശ്യമാണ്. കുടുംബത്തിൽ ആരുടെയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക: ഈ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ആരോഗ്യപരമായി ഉറക്കക്കുറവും തലവേദനയും ഒക്കെ കുറച്ചൊന്ന് അലട്ടാൻ സാധ്യതയുണ്ട്. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിന് ഒരുപാട് ശാന്തത നൽകും. അപ്പോൾ മകയിരം നക്ഷത്രക്കാര് ഈ ആഴ്ച ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനസ്സിനെ ശാന്തമാക്കുക. പുറത്ത് എന്ത് പ്രഷർ ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം വിട്ടുകളയാതിരിക്കാൻ ശ്രമിക്കുക. അത് സാധിച്ചാൽ തന്നെ ഈ ആഴ്ചയെ നിങ്ങൾക്ക് ഈസിയായി മറികടക്കാൻ പറ്റും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. അതായത് ഒരു വശത്ത് നല്ല അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു, പക്ഷേ മറുവശത്ത് കുറച്ചധികം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യങ്ങളും ഉണ്ടാവാം. തൊഴിലിന്റെ കാര്യത്തില് അതീവ ശ്രദ്ധ വേണം. കാരണം ഒരു ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുന്നത് നല്ലതാണ്.
എന്നാൽ പണത്തിന്റെ കാര്യത്തിലൊരു സന്തോഷവാർത്തയുണ്ട്. കുറേ നാളായി കിട്ടാതെ കിടന്ന പണമൊക്കെ തിരികെ കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ കയ്യിൽ പണം വരുമ്പോൾ അനാവശ്യമായി ചെലവാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുറന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. ആരോഗ്യപരമായി അലർജി, സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വിജയമന്ത്രം ഇതാണ്: ജാഗ്രതയാണ് വിജയം. എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതലെടുക്കുന്നത് വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അവസാനമായി നമുക്ക് മൂലം നക്ഷത്രത്തിലേക്ക് വരാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു സമയമാണ്. ജീവിതത്തിൽ പോസിറ്റീവായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. കുറേ നാളായി ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. ചിലപ്പോൾ വിദേശത്തു നിന്നുള്ള അവസരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തിയേക്കാം. സാമ്പത്തികമായി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വരവ് കൂടുന്നതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കാൻ മറക്കരുത്. കുടുംബത്തിൽ നിന്ന് നല്ല സന്തോഷമുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കാൽമുട്ടിന് വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്കുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. മാറ്റത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ അവസരങ്ങളെയും മാറ്റങ്ങളെയും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുക. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ 5 നക്ഷത്രങ്ങളുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. ഒരു കാര്യം ഓർക്കുക, ഈ നക്ഷത്രഫലമൊക്കെ ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ പ്രയത്നവും തീരുമാനങ്ങളുമാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊരു സഹായമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം: ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്തായാലും അത് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി.